യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? ശക്തിയാകുന്ന രക്ഷയേകുന്ന സത്യമായൊരു നാമം, നാമം, നാമം. യേശു ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ അതിന് ഉപോദ്ബലകമായി യേശുവിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്താണെന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തായിരുന്നു യേശുവിനെ അവൻ്റെ പ്രവൃത്തിക്ക് പ്രാപ്തനാക്കിയത്? അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ കൊർന്നലിയോസിന്റെ ഭവനത്തിൽ വെച്ച് യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്യുകയും ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയും, അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തിയുടെ പിന്നിൽ പ്രവർത്തിച്ചതായ ഘടകങ്ങൾ നമ്മൾ കണ്ടത്. യേശു എങ്ങനെ ആത്മപൂർണനായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ആത്മപൂർണനായ യേശു കർത്താവ് അവന്റെ ജനനം മുതൽ അവന്റെ വളർച്ചയിലും അവന്റെ സ്നാനത്തിലും അവന്റെ ശുശ്രൂഷയിലും എല്ലാം അവൻ എപ്പോഴും സ്പെസിഫിക് ആയിട്ട് ആത്മപൂർണനായി ജീവിക്കാനായിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ്. അവന്റെ ജനനത്തിങ്കൽ, അവന്റെ ഇൻഫന്റ് ലൈഫില്, അതുപോലെ അവന്റെ ടീനേജില്, അവന്റെ സ്നാനത്തിങ്കല്, അതിനുശേഷം ആത്മാവിനാൽ സ്നാനമേറ്റുവെങ്കിലും അതിനുശേഷം അവന്റെ ആത്മപൂർണതയിൽ ഹി വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ് ആൻഡ് ഓൾസോ ഹി വാസ് ലെഡ് ബൈ ദ സ്പിരിറ്റ്. ആത്മാവിനാൽ നയിക്കപ്പെട്ടവനായിരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കണ്ടത് ആത്മാവിന്റെ ശക്തിയോടെ അവൻ മടങ്ങി വന്നു. തന്നെയല്ല, അവന്റെ നിയോഗത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം അവനുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ആ നിയോഗത്തെക്കുറിച്ചുള്ള ബോധ്യം എന്ന വിഷയത്തെക്കുറിച്ച് വീണ്ടും ചില കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ ആ നിയോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ട കാര്യമുണ്ടല്ലോ, ഗാഡ് അനോയിന്റഡ് ഹിം വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് വിത്ത് പവർ. ശക്തിയാൽ ദൈവം അവനെ ശക്തീകരിച്ചു. എന്തായിരുന്നു യേശുവിന്റെ പ്രവർത്തനത്തിന് പിന്നിലുണ്ടായിരുന്ന ശക്തി? അവൻ ശക്തിയാൽ അഭിഷേകം പ്രാപിച്ചു, അല്ലെങ്കിൽ അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അവന്റെ ശക്തി? നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ കണ്ടല്ലോ, യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്നാണ് പറയുന്നത്. സോ ദ പവർ ബിഹൈൻഡ് ജീസസ് വാസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇന്ന് പല സമയത്തും ശുശ്രൂഷകരായിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചുമുള്ള ഒരു വെല്ലുവിളി, ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്, എന്തായിരിക്കണം നമ്മുടെ പിന്നിലുള്ള ശക്തി? ഇതിന് നമ്മുടെ ശുശ്രൂഷയുടെ പിൻബലം എന്താണ്? ഇതിനൊരു ചെക്ക് പോയിന്റ് ആവശ്യമാണ്. ഇഫ് യു വാണ്ട് ടു ലിവ് വിത്ത് ജീസസ്, യേശുവിന്റെ ശുശ്രൂഷയുടെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്താണോ അത് മാത്രമേ നമ്മുടെ പിന്നിലും പ്രവർത്തിക്കാവൂ. വേറെ ഒരു ശക്തിക്ക് വേണ്ടിയുള്ള ആകാംക്ഷ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ യേശുവിന്റെ പാതയിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദ പവർ ബിഹൈൻഡ് ജീസസ് വാസ് നോട്ട് ദി പവർ ഓഫ് ഇന്റലിജൻസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. യേശു ഇന്റലിജന്റ് ആയിരുന്നു എന്ന് ചോദിച്ചായിരുന്നു. പക്ഷേ യേശുവിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്തല്ലായിരുന്നു? ഹോളി സ്പിരിറ്റ് ആയിരുന്നു, ഇന്റലിജൻസ് അല്ലായിരുന്നു. നമുക്ക് പലപ്പോഴും ആളുകൾക്കെല്ലാം ഉള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പലപ്പോഴും പറയും, ബ്രദറെ, ഇക്കാലത്തെല്ലാം ബുദ്ധിയുള്ളവരോടൊക്കെയാണ് സംസാരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നിപ്പോ സുവിശേഷ വേലക്കാരാണെങ്കിലും അങ്ങനെ ബുദ്ധി ഇല്ലാത്തവരെ ഒന്നും നമ്മൾ കയറ്റി ആക്കിയിട്ടൊന്നും കാര്യമില്ല, പിന്നെന്താ വേണം, നല്ല ബുദ്ധിമാന്മാരായ ആളുകളെ ആക്കണം എന്നുള്ള ഒരു ചിന്ത. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയിൽ സുവിശേഷം അറിയിക്കാൻ പരിശ്രമിക്കുന്ന ഒരു മൗഢ്യമാണ്. കാരണം സുവിശേഷത്തിന്റെ ആധാരം തന്നെ ബുദ്ധി ആയിരിക്കരുതെന്നാണ് ദൈവവചനത്തിന്റെ ധാരണ, അല്ലെങ്കിൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയെ ഒഴിവാക്കിക്കൊണ്ടാണ്. അഥവാ ബുദ്ധി ഇല്ല എന്നുള്ളതല്ല, ഇനി അബദ്ധവശാ ബുദ്ധി ഉണ്ടെങ്കിൽ പോലും ആ ബുദ്ധി ഉപയോഗിച്ച് സുവിശേഷം അറിയിക്കാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. ഈ കാലയളവിൽ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത ലൗകികമായി, അല്ലെങ്കിൽ ലോകം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ചില നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ കൂടെ അഡോപ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുള്ള വലിയൊരു ചിന്ത നമുക്കുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കും, നമ്മുടെ ശുശ്രൂഷയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി. അതുകൊണ്ട് എന്താണ്, MBA കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനകത്ത് PhD എടുത്തിട്ട് അതിനുശേഷം വന്ന് സഭയെ നയിക്കുന്ന ആളുകളെയാണ് നമ്മളിങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇങ്ങനൊരു കാലമായതുകൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഇതിനെ നടത്താൻ പറ്റുന്നതായ ആളാരാണ്. സുവിശേഷം പ്രസംഗിക്കാനാണെങ്കിലും നമ്മളെന്താണ്, ഒത്തിരി സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. സഭാഗ്രോത്തിനെ കുറിച്ചാണെങ്കിലും എന്തെല്ലാം സെമിനാറുകളാണ് നടത്തുന്നത്. ചർച്ച് ഗ്രോത്ത് സെമിനാർ നടക്കുന്നു. ഈ സെമിനാറുകളിൽ വാസ്തവത്തിൽ പഠിപ്പിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഷുറൻസ് ഏജന്റ് എങ്ങനെ ഇൻഷുറൻസിന് ആളെ പിടിക്കാമെന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് എങ്ങനെ ആളുകളെ പിടിക്കാമെന്നുള്ള ആളുകളെ എങ്ങനെ പിടിക്കാം, ഇതൊക്കെയാണ് നമ്മൾ വാസ്തവത്തിൽ എങ്ങനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ആകർഷിക്കാൻ പറ്റും.
പക്ഷെ ഇതൊന്നുമല്ല സുവിശേഷ വേലയുടെ ആധാരം എന്ന് പറയുന്നത്. ഒരുമാതിരിപ്പെട്ട ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെല്ലാം പാവങ്ങളായിരുന്നു, പൊട്ടകളായിരുന്നു വേണേ പറയാം. അത്ര വലിയ ബുദ്ധിമാന്മാരൊന്നുമില്ല, എക്സെപ്റ്റ് പൗലോസിന്റെ കാര്യമൊക്കെ കളഞ്ഞാൽ. അപ്പോൾ ബാക്കിയുള്ള നോർമലായിട്ടുള്ള ആളുകളെ കർത്താവ് തെരഞ്ഞെടുത്തത് അത് മണ്ടത്തരമൊന്നുമല്ല. കാര്യം കർത്താവ് അങ്ങനെ ചൂസ് ചെയ്തതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈവൻ ബുദ്ധിയുള്ള പോള് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ നിങ്ങളുടെ ലോകപ്രകാരം നിങ്ങളുടെ തെരഞ്ഞെടുപ്പൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമാന്മാർ ഏറെ ഇല്ല, കുലമഹിമയുള്ളവർ ഏറെ ഇല്ല, ശക്തന്മാർ വേറെ ഇല്ല, ബലവാന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ബലഹീനമായത് തെരഞ്ഞെടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറെ ആളെ കിട്ടാഞ്ഞിട്ടല്ല, ലോകത്തിലെ ബുദ്ധിമാന്മാരെ യേശുവിനെ കിട്ടാഞ്ഞിട്ടല്ല. പ്രത്യുത യേശു എന്ത് ചെയ്യാണ്? അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുത്തെന്ന് പറയുന്നത്. തെരഞ്ഞെടുത്തു, ചൂസ് ചെയ്തു. അപ്പൊ ചൂസ് ചെയ്യാൻ എന്താ കാരണം? ഞാൻ ചിലപ്പം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഈ യേശു കർത്താവ് ഒരു യാത്ര ചെയ്യാനായിട്ട് തെരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ യെരുശലേം ദേവാലയത്തിലേക്ക് പോകാനായിട്ട് യേശു കർത്താവ് തെരഞ്ഞെടുത്തത് ഒരു കഴുതയാണ്. വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവാണെങ്കിൽ, ഇപ്പം വെസ്റ്റേൺ കിങ്സ് ആണെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന എപ്പോഴും ഒരു കുതിരയായിരിക്കും, അല്ലേ? ഒരു കുതിരയായിരിക്കും എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. ഇനി അല്ല, ഈസ്റ്റേൺ കിങ്സ് ഒക്കെ ആണെങ്കിൽ, നമ്മുടെ നാട്ടിലെ മഹാരാജാക്കന്മാരൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ആനയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ഇനി അതല്ല, ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റിലെ അല്ലെങ്കിൽ ഏൻഷ്യൻ നിയർ ഈസ്റ്റിലെ രാജാക്കന്മാരൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഒട്ടകത്തെ ആയിരിക്കും. പക്ഷെ കഴുതയാരും തിരഞ്ഞെടുക്കുന്ന കണ്ടിട്ടില്ല. അപ്പൊ ഈ കഴുതയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താണ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുതിരയെയും ആനയെയും ഒക്കെ തിരഞ്ഞെടുക്കാതെ ഒരു കഴുതയെ തിരഞ്ഞെടുക്കാൻ കാരണം? അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരും ഇന്ന് വരെ കയറിയിട്ടില്ലാത്ത ഒരു കഴുത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇതിന്റെ മുകളിൽ കയറണമെന്ന് ആർക്കും തോന്നിയിട്ട് പോലുമില്ല. അത്രയ്ക്കും ഒരു പാവം പിടിച്ചൊരു കഴുത. അപ്പൊ അതിന്റെ മുകളിൽ ആരും കയറിയിട്ടില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് വഴി അറിയത്തില്ലെന്നുള്ളതാണ്. ഒരു കുതിരയുടെ മുകളിൽ കയറിയിട്ട് ദൈവം കുതിരയോട് പറയുകയാണ്, ശരി നമുക്ക് യെരുശലേം ദേവാലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ, ഇന്ന വഴിയെ പോകാൻ പറഞ്ഞാൽ കുതിര പറയും, അത് കർത്താവെ, ഞാൻ ഇന്നാളി മറ്റൊരു രാജാവിനെ കൊണ്ടുപോയപ്പോൾ ആ വഴിയെ അല്ല പോയത്, ആ വഴി അത്ര മോശമാണ്, അതുകൊണ്ട് നമുക്ക് ഈ വഴിയെ പോകാമെന്ന് പറയും. കാര്യം അത് പല പ്രാവശ്യം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് വഴി നന്നായിട്ട് അറിയാം. പക്ഷെ കഴുതയോട് അതിലേ പോകാൻ പറഞ്ഞാൽ അതിലേ പോകും, ഇതിലേ പോകാൻ പറഞ്ഞാൽ ഇതിലേ പോകും. കഴുതയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴുത കർത്താവിനെ കൗൺസിൽ ചെയ്യാൻ പോകത്തില്ല. നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ബുദ്ധിപരം എന്നുള്ളത് കർത്താവിന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെ ഒരു ബുദ്ധിയാണ് ഇന്ന് ശുശ്രൂഷയ്ക്ക് ആവശ്യമാണെന്നാണ് പലരുടെയും ചിന്ത. പക്ഷെ അങ്ങനെ ഒരു ബുദ്ധിയുള്ളവരെ അല്ല കർത്താവ് ശ്രദ്ധിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അങ്ങനെ ഒരു ബുദ്ധി അല്ല കർത്താവ് ആവശ്യപ്പെടുന്നതും. കാര്യം സുവിശേഷത്തിന്റെ പിൻബലം എന്തായിരിക്കണമെന്നുള്ളത് ദൈവം തീർത്തും നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പോൾ ഫസ്റ്റ് കൊരിന്ത്യൻസിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇവിടെ പറയുന്ന വളരെ രസകരമായ ഒരു കാര്യമാണ്. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. അപ്പൊ യഹൂദന്മാർ എവിടെ ചെന്ന് ചോദിച്ചാലും ഇത് സത്യമാണെന്നുള്ളതിന്റെ അടയാളം എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് തന്നെ അറിയാമല്ലോ, യേശുവിനോട് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത്, നീ പറഞ്ഞത് ശരിയാണെന്നുള്ളതിന്, അല്ലെങ്കിൽ നീ ഇതിന് യോഗ്യനാണെന്നുള്ളതിന്റെ അടയാളം എന്താണ്? നീ ഒരു അടയാളം കാണിച്ചു തരണം. അടയാളം ആവശ്യപ്പെട്ട ആളുകൾക്കൊന്നും യേശു എന്ത് ചെയ്തില്ല? അടയാളം കാണിച്ചു കൊടുത്തില്ല. അപ്പോൾ ചോദിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ നിയമം എന്ന് പറയുന്നത്. യവനന്മാർ എവിടെ ചെന്നാലും ചോദിക്കുന്നത് ജ്ഞാനമാണ്. എന്താണ് ഇതിന്റെ റീസൺ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ലോജിക്ക് എന്നാണ് അവർ ചോദിക്കുന്നത്. കാര്യം ലോജിക്കലായിട്ടൊരു കാര്യം ഒരിക്കലും യവനന്മാർ എന്ത് ചെയ്യത്തില്ല? നിഷേധിക്കത്തില്ല. പക്ഷേ ഈ ലോജിക്കിന്റെ മണ്ടയ്ക്ക് കിടക്കുന്ന യവനന്മാരായ ആളുകളുടെ അടുത്ത് പൗലോസ് ചെന്ന സമയത്ത് പൗലോസ് ചെയ്തത് എന്നാന്നറിയാം? ആദ്യത്തെ കാര്യം, അവന്റെ ജ്ഞാനം മുഴുവൻ മറച്ചു വെച്ചു, മായ്ച്ചു വെച്ചു എന്നുള്ളതാണ്. അവൻ ജ്ഞാനം ഉപയോഗിച്ചില്ല. പോൾ പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കാൻ ആഗ്രഹിച്ചു. കാരണം നിങ്ങൾ അന്വേഷിക്കുന്നത് ജ്ഞാനമാണ്, അത് തരാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. പോൾ പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇരുന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള വിറയലോടും എന്നാ പറയുന്നത്, ഐ വാസ് ട്രെംപ്ലിംഗ്, ഞാൻ ഭയങ്കര വിറച്ചാണ് നിങ്ങളുടെ മുമ്പിൽ നിന്നത്. കാര്യം എന്താ? കാര്യം നിങ്ങളൊക്കെ വലിയ ജ്ഞാനികളാണ്. ഒരുപക്ഷെ നമ്മൾ പറയുന്നത് ശരിയാ, നമുക്ക് ജ്ഞാനികളുടെ അടുത്ത് പോകുമ്പോൾ ഒരു ചെറിയൊരു വിറയലൊക്കെ ഉണ്ട്, നമ്മുടെ അബദ്ധങ്ങൾ വല്ലതും നമ്മൾ പറഞ്ഞു പിടിപ്പിച്ചാലെന്നുള്ള ഒരു ചെറിയൊരു പേടിയൊക്കെ നമുക്കുണ്ട്. പക്ഷേ പോളിന്റെ പേടി അതല്ലായിരുന്നു.
പോളിന്റെ പേടി എന്നറിയാമോ? ജ്ഞാനം കാണാൻ കൊരിന്തി ചെല്ലുമ്പം എൻ്റെ പഴയ ജ്ഞാനം വല്ലോ ഞാൻ അറിയാതെ എടുക്കുമോ എന്നുള്ള പേടിയായിരുന്നു. അതായത് എൻ്റെ മണ്ടത്തരം വല്ലതും ഞാൻ വിളിച്ചു പറയുമോന്നല്ലായിരുന്നു പോളിന്റെ പേടി. എന്തായിരുന്നു? അവര് എന്നോട് സംസാരിക്കുമ്പോൾ അറിയാതെ വല്ല ഫിലോസഫി ഞാൻ പറഞ്ഞു പോകുമോ എന്നുള്ള പേടിയായിരുന്നു പോളിനുണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? അങ്ങനെ പറഞ്ഞാലുള്ള പ്രശ്നം അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതാണ് അവിടെ എഴുതിയിരിക്കുന്ന 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. നോക്ക്, നമ്മൾ ചിന്തിക്കുന്നതിന്റെ എത്ര വ്യത്യസ്തമായിട്ടാണ് പോൾ പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ടെൻഡൻസി എന്നറിയാമോ? ബുദ്ധിയുള്ളവനോട് ബുദ്ധിപരമായി സംസാരിക്കുക എന്ന. പക്ഷെ പ്രോബ്ലം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്തായിത്തീരും? ഒടുവിൽ ബുദ്ധിയായിത്തീരും. പക്ഷേ സുവിശേഷം ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത് ഒരേ ഒരു അടിസ്ഥാനത്തിലാണ്. എന്ത്? അത് മാനുഷജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക ജ്ഞാനമാകാതിരിക്കേണ്ടതിന് അതിന്റെ അടിസ്ഥാനം എന്തു മാത്രമായിരിക്കണം? ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. പ്രിയമുള്ളവരെ, എന്റെ സഹശുശ്രൂഷകന്മാരെ, ഞാൻ പറയട്ടെ, നമ്മൾ തീരുമാനമെടുക്കേണ്ട ഒരു വലിയ കാര്യമാണ്. എന്റെ സുവിശേഷം മാനുഷിക ജ്ഞാനത്തിൽ പണിയുവാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവ്. God wants me to share gospel or proclaim gospel in a totally different way. What should be the basis of it? എന്തായിരിക്കണം അതിന്റെ അടിസ്ഥാനം? സുവിശേഷ പ്രഘോഷണത്തിന്റെ അത് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമായിരിക്കണം. ഒരിക്കലും യേശുവിന്റെ ശക്തി ഇന്റലിജൻസിന്റെ ആയിരുന്നില്ല. യേശു ഇന്റലിജന്റ് ആയിരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ഈവൻ പോൾ വാസ് ഇന്റലിജന്റ്. പക്ഷേ സുവിശേഷം എപ്പോഴും എന്തിലായിരിക്കണം അധിഷ്ഠിതമായിരിക്കുന്നത്? ആത്മാവിന്റെയും ശക്തിയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ പണിയുന്നത്. നമുക്കൊരു ചെക്ക് പോയിന്റ് ആണ് വാസ്തവത്തിൽ യേശുവിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. അവനെ ദൈവം അഭിഷേകം ചെയ്തത് മാനുഷിക ജ്ഞാനത്താലല്ല, പ്രത്യുത അവനെ അഭിഷേകം ചെയ്തത് ആത്മാവിന്റെ ശക്തി കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരുന്നു യേശുവിന്റെ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അടുത്തതായിട്ട് പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ടെൻഡൻസി, ഇത് പ്രായോഗികമായി ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെയൊക്കെ ഒരു ചിന്ത, നമ്മളുടെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട പിൻബലം പണമാണെന്നാണ്. ഇറ്റ് ഈസ് മണി പവർ. അപ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഇന്റലിജൻസ് ആണ് നമ്മളുടെ പവർ എന്നാണ്. പൊതുവെ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത്. പക്ഷെ ഇന്റലിജൻസ് അല്ല. എന്തായിരിക്കണം? സുവിശേഷം വളരെ സിമ്പിളാണ്. അത് പറയാൻ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ഫിലോസഫി ഒന്നും അതിന് കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. ഞാനും ഈ അബദ്ധം കാണിച്ചിട്ടുണ്ട് ഒത്തിരി കാലങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ICPF-ലും മറ്റും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ അപ്പോളജറ്റിക്സ് ആയിരുന്നു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. എവിടെ ചെന്ന് കഴിഞ്ഞാലും വാദിക്കാനും തർക്കിക്കാനും നമ്മളുടെ വാദവും തർക്കവും കൊണ്ട് ആരെയെങ്കിലും വീഴിക്കാനും ഒക്കെ ആയിരുന്നു ഞാനും നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ മനസ്സിലായത് അതൊന്നും അല്ല ദൈവം ഉദ്ദേശിക്കുന്നതെന്ന്. അങ്ങനെ ആരെങ്കിലും വീഴിച്ചൊന്നും നേടാനൊന്നുമില്ല. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയൊന്നുമല്ല. ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ ശക്തിയായിരിക്കണം നമ്മളുടെ പ്രവർത്തനത്തിന്റെ ആധാരം എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വായിച്ചതാണല്ലോ. അവിടെ പറയുന്ന നസ്രത്ത് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ആ ഭാഗത്ത്, God has anointed me to proclaim gospel to the poor. He knew for what he was called for. എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു എന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. അനോയിന്റിങ് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ബോധ്യമാണ്, കൺവിക്ഷൻ. എന്തിനാണ് ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്? എന്ത് ചെയ്യാനാണ് ദൈവം എന്നെ ഇവിടെ വിളിച്ചാക്കിയിരിക്കുന്നത്? എന്ത് കാരണത്തിന് വേണ്ടിയാണ്? വൈ ഐ ആം ഹിയർ ഓൺ ദ ഫേസ് ഓഫ് ദിസ് പ്ലാനറ്റ് എർത്ത്. ഈ ഭൂമുഖത്ത് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നതിന്റെ കാരണം എന്താണ്? അനോയിന്റിങ്ങിനെ കുറിച്ച്, നിയോഗത്തെക്കുറിച്ചുള്ള ബോധ്യം. ആ ബോധ്യം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പിശാചിനെ നിങ്ങളെ തൊടാൻ കഴിയത്തില്ല, പരീക്ഷിക്കാൻ കഴിയത്തില്ല. ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വഴിമാറിപ്പോകുന്നത്. ബോധ്യമില്ലാത്തത് കൊണ്ടാണ് പരിശോധനകളിൽ അല്ലെങ്കിൽ പരീക്ഷകളിൽ നമ്മൾ വീണു പോകുന്നത്. ബോധ്യമില്ലാത്തത് കൊണ്ടാണ് പ്രലോഭനങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നത്. യേശുവിന്റെ പരീക്ഷകളുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ നമ്മൾ കാണുന്നത് അവൻ എത്രത്തോളം ബോധ്യം, അവൻ എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നു, എങ്ങനെ അത് നിർവഹിക്കണം എന്നുള്ള ബോധ്യം.
അവൻ ആരാണെന്നുള്ള ബോധ്യം. ശരിക്കും ബോധ്യം ആവശ്യമായിരിക്കുന്നത് ഒന്ന്, നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. ഹു ആം ഐ. രണ്ട്, നമ്മളുടെ മിഷനെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഫോർ വാട്ട് പർപ്പസ് ഐ ആം ഹിയർ ഇൻ ദിസ് വേൾഡ്. മൂന്ന്, എന്റെ മിഷൻ എങ്ങനെ അക്കംപ്ലീഷ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്നെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കേണ്ട വഴിയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. യേശുവിനെ പോലെ ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യേശു ജീവിച്ചതുപോലെ ആകണമെങ്കിൽ, യേശുവിന് അവന്റെ ഐഡന്റിറ്റിയെ കുറിച്ചുണ്ടായിരുന്ന ബോധ്യത്തെക്കുറിച്ചും യേശുവിന് അവന്റെ ദൗത്യത്തെക്കുറിച്ചുണ്ടായിരുന്ന ബോധ്യത്തെക്കുറിച്ചും ആ ദൗത്യം നിർവഹിക്കേണ്ടതിന് ഏത് രീതിയിലുള്ള ഒരു മാർഗമാണ് അവൻ അവലംബിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള അവന്റെ ബോധ്യത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഒരു ക്ലോസ് വാച്ച് നടത്തിയാൽ it says in the narration of the temptation of Jesus Christ. യേശു കർത്താവിന്റെ പരിശോധനകളുടെ, പ്രലോഭനങ്ങളുടെ നറേഷനിലുണ്ട്. ഓരോ പരീക്ഷകളും ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലുമായിട്ടാണ് നമ്മളത് കാണുന്നത്. 2 പുസ്തകത്തിലും 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരിശോധിച്ചു കൊണ്ടിരുന്നു. 40 ദിവസം പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ശരിക്കും നമ്മൾ മത്തായിയിൽ വായിക്കുമ്പോഴത്തേക്ക് 40 ദിവസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നു, അപ്പോൾ പിശാച് അടുത്ത് വന്ന് പരീക്ഷിക്കുന്നു. പക്ഷേ ലൂക്കോസിൽ എഴുതിയിരിക്കുന്നത് ഈ 40 ഡേയ്സും അവൻ എന്ത് കണ്ടിരുന്നാണ് പറഞ്ഞിരിക്കുന്നത്? പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. പിശാചിന്റെ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവൻ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അത് അവന്റെ ജോലിയാണ്. പിശാചിനോട് പരീക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതേപോലെ പിശാച് എന്ത് ചെയ്യാണ്? അവൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവന്റെ പരീക്ഷകളിൽ കർത്താവ് എങ്ങനെ അവനോട് ഇടപെട്ടു? അവൻ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അവന്റെ പരീക്ഷ? ആ പരീക്ഷകളിൽ അല്ലെങ്കിൽ അവന്റെ ടെംപ്റ്റേഷൻസിൽ യേശു കർത്താവ് ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് പോലും തടസ്സമില്ലാത്ത നിലയിൽ അവന്റെ ബോധ്യം അവനെ നിലനിർത്തുകയാണ്, പരീക്ഷകളിൽ നിലനിൽക്കാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, പിശാച് വന്ന് ചോദിക്കുന്നതായ ചോദ്യം എന്താണ്? ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, ടേൺ ദീസ് സ്റ്റോൺസ് ഇൻടു ലോവ്സ് ഓഫ് ബ്രെഡ്. നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക. ആദ്യം തന്നെ പിശാചിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മളുടെ ഐഡന്റിറ്റിയിൽ ഒരു സംശയം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. കർത്താവിന്റെ അടുത്ത് എന്ന് അവന് ചോദിക്കുകയാണ്, നീ ദൈവപുത്രൻ എങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവപുത്രനാണെന്നാണോ നിന്റെ ചിന്ത? അതിനെന്താ പ്രൂഫ് എന്നാ ചോദിക്കുന്നത്? ബാപ്റ്റിസത്തിന്റെ സമയത്ത് ദൈവം എന്ത് ചെയ്തു? ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ മരുഭൂമി ചെന്ന് 40 ദിവസം കഴിഞ്ഞപ്പം ചോദിക്കുകയാണ്, നീ ദൈവത്തിന്റെ പുത്രനാണെന്നാണോ ചിന്ത? അതിനെന്താ തെളിവ്? നിനക്ക് എങ്ങനെ അറിയാം നീ ദൈവപുത്രനാണെന്ന്? അങ്ങനെ അറിയണമെങ്കിൽ ഒരു കാര്യം ചെയ്യ, ടേൺ ദീസ് സ്റ്റോൺസ് ഇൻടു ലോവ്സ് ഓഫ് ബ്രെഡ്. ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക. ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പോൾ തന്നെ ഈ കല്ലെല്ലാം കൂടെ അപ്പമായി തീരുകയാണെങ്കിൽ നിനക്കുറപ്പിക്കാം നീ ദൈവത്തിന്റെ പുത്രനാണെന്ന്. നമുക്കും പലപ്പോഴും ദൈവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ കണ്ടെത്തുന്നത് ഇതുപോലെയുള്ള ഗിമ്മിക്സുകളിലൊക്കെയാണ്. അത് പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ്. ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്നുള്ളത് തെളിയിക്കപ്പെടുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുന്നത് കൊണ്ടൊന്നും അല്ല. യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? സൃഷ്ടികളുമാർത്തു പാടുന്ന നാമം, സർവശക്തനാം യേശുനാഥന്റെ നാമം. സർവസൃഷ്ടികളുമാർത്തു പാടുന്ന നാമം, സർവശക്തനാം യേശുനാഥന്റെ നാമം. സർവപാപവും പോക്കിടുന്നൊരു രക്ഷിതാവിന്റെ നാമം, സർവവും നമ്മിലേകിടുന്നൊരു സ്വർഗതാതൻ നാമം. ഗരിസ
రిసని గరి సారి సని సని ప సని ప గరి సరి గరి గ ప గ ప సని సారి గ ప గరి సని ప ని సా. യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? നിത്യമാം ജീവനേകിടും പുണ്യനാമം, സത്യമാം വചനമായിടും ഏകനാമം. നിത്യമാം ജീവനേകിടും പുണ്യനാമം, സത്യമാം വചനമായിടും ഏകനാമം. നിത്യകാലവും ഭക്തരിൽ ദിവ്യശക്തിയേകുന്ന നാമം, നിത്യതേ തന്റെ മക്കളെ ചേർത്തിടുന്നൊരു നാമം. ഗരിസ റിസനി ഗരിസ റിസനി സനി പ സനി പ ഗരി സരി ഗരി ഗ പ ഗ പ സനി സരി ഗ പ ഗരി സരി പ നി സാ. യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? ശക്തിയാകുന്ന രക്ഷയേകുന്ന സത്യമായൊരു നാമം, നാമം, നാമം. യേശുവിൻ നാമം